കുതിരപ്പുറത്ത് സവാരി ചെയ്തിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ രംഗത്തും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ നന്നായി തിളങ്ങി. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശാരീരിക പ്രകൃതിയെ സംബന്ധിച്ച് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പോലെ ഭംഗിയുള്ള ഒരു മുഖം കണ്ടിട്ടില്ല. ഒത്ത പൊക്കമുള്ള ആള്, നല്ല സൗണ്ട്, വളരെ ഭംഗിയുള്ള സൗണ്ടുള്ള ആള്, നല്ല ഭംഗിയുള്ള ആള്. അങ്ങനെ ശാരീരികമായും ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വല്ലാത്ത അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ്. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എന്താണ് നിദാനം? നിദാനം ഈമാനാണ്, അല്ലാഹുവിലുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്കൊരു മോതിരമുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിന് അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്നു. ഇന്നും ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിക്കൽ നമുക്ക് സുന്നത്താണ്. ചില ആളുകൾ കുറെ മോതിരം ധരിച്ച് ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ മോതിരം ധരിച്ചുകൊണ്ട് ആരും ഔലിയാവൊന്നുമില്ല. കുറെ മോതിരം ധരിച്ചാൽ ഒന്നുകിൽ ഹറാമാവും, അല്ലേ കറാഹത്താവും. ഒറ്റ ഒരു മോതിരാണ് സുന്നത്ത്. അത് വലത്തോ ഇടത്തോ ഉള്ള കൈയിന്റെ ചെറുവിരലിന് മോതിരം ധരിക്കലാണ് സുന്നത്ത്. ചെറുവിരലല്ലാത്ത വിരലുകൾക്ക് ധരിച്ചാൽ അത് ഒന്നുകിൽ കറാഹത്ത് അല്ലെങ്കിൽ ഹറാം. അപ്പൊ ചെറുവിരലിനാണ് ആണുങ്ങൾ മോതിരം ധരിക്കേണ്ടത്. അത് വെള്ളിയുടേതാണ് വേണ്ടത്. ചില ആളുകൾ തമ്പാക്ക്, എന്ത് തമ്പാക്ക്, വേറെ ചില ആളുകൾ വേറെ എന്തെങ്കിലും ലോഹം, എന്തിന്? അതൊന്നും സുന്നത്തല്ല. സുന്നത്ത് വെള്ളിയുടെ ഒരു മോതിരം സുന്നത്ത്. അത് ചെറുവിരലിൽ, വലത്തെ ചെറുവിരലിനാ കൂടുതൽ നന്നായി, എടുത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം ധരിച്ചിരുന്നു. ആ മോതിരത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പേരും നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരുമൊക്കെ സീല് പതിക്കാൻ വേണ്ടി വെക്കുന്നത് പോലെ അതിന്റെ മേൽ അച്ചു നിരത്തിയിരുന്നു. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മോതിരം, ആ മോതിരത്തിന്റെ മേലെ ബഹുമാനപ്പെട്ടവരുടെ സീലായി മഹാനവറുകൾ കൊടുത്തിരുന്ന അച്ച് കഫാ ബില്ലാഹി സിഖതൻ ലി മുഹമ്മദ് ബിൻ ഇദ്രീസ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇദ്രീസിന് ഉറപ്പായി അല്ലാഹു മതി, അഥവാ അള്ളാഹുവിലാണ് എന്റെ മുഴുവൻ ഉറപ്പും എന്ന ആ വാചകമായിരുന്നു മഹാനവറുകളുടെ മോതിരത്തിൽ ബഹുമാനപ്പെട്ടവർ അച്ചു നിരത്തിയിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 15-ാമത്തെ വയസ്സായപ്പോൾ മക്കയിലുള്ള മഹാപണ്ഡിതന്മാർ മഹാനവറുകളെ ഏത് വിഷയം ചോദിച്ചാലും മറുപടി പറയാനുള്ള മുഫ്തിയായി തീരുമാനിച്ചു. 15-ാമത്തെ വയസ്സിൽ നമ്മൾ ദർശിച്ചേരാൻ പോന്നേ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, 15-ാമത്തെ വയസ്സിൽ മുഫ്തിയായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലുള്ള അന്ന് ആ കാലഘട്ടത്തിലുള്ള മഹാപണ്ഡിതന്മാർ നിശ്ചയിച്ചു. കുറച്ച് മുന്നോട്ടിരുന്ന മക്കളെ, ബഹുമാനപ്പെട്ടവർ 15-ാമത്തെ വയസ്സിൽ തന്നെ മുഫ്തിയായി. 17-ാമത്തെ വയസ്സ് ആകുമ്പോഴേക്ക് മഹാനവറുകൾ മക്കയിലുള്ള പണ്ഡിതന്മാരിൽ നിന്നും മറ്റുമുള്ള സർവ്വ ഇൽമുകളും ഗ്രഹിച്ചതിന് ശേഷം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന നാട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മദീനയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മദീനയിലെ ഏറ്റവും വലിയ മുദരിസായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഒന്ന് ചേർത്ത് കിട്ടണം. മദീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് 12,000-ഓളം സഹാബികൾ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ മദീനയിൽ 12,000-ഓളം സഹാബികൾ അവിടെ ഉണ്ട്. അത്രയും സഹാബികൾ അപ്പോഴുള്ളവർ അതാ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ശിഷ്യന്മാർക്ക് അവർ പഠിപ്പിച്ചു കൊടുത്ത ഇൽമു എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ആ സഹാബികൾ മുഖേന മദീന നിവാസികൾക്ക് ലഭിച്ച ഇൽമു എനിക്ക് ലഭിക്കണം എന്ന നിലക്ക് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതാ വീണ്ടും യാത്ര ചെയ്യുകയാണ്. പോകുന്ന സമയത്ത് മക്കയിലെ ഭരണാധികാരിയിൽ നിന്നൊരെഴുത്ത് വാങ്ങി. ആ ഒരെഴുത്ത് മദീനയിലെ ഭരണാധികാരിക്കാണ്. അതിന്റെ പുറമെ മാലിക് റളിയല്ലാഹു അൻഹു വേറെ ഒരെഴുത്തും വാങ്ങി. ബഹുമാനപ്പെട്ടവർ പോയി, ചുരുക്കി പറയട്ടെ, മദീനയിൽ ചെന്ന് മദീനയിലെ ഭരണാധികാരിയെ സമീപിച്ച് എഴുത്തു കൊടുത്തു. എഴുത്തു തുറന്ന് വായിച്ചു നോക്കുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ഈ ചെറിയ കുട്ടിയെ ചേർത്ത് കൊടുക്കണം എന്നാണ് ആ എഴുത്തിലുള്ളത്. ആ എഴുത്ത് കണ്ടപ്പോ മദീനയിലെ ഭരണാധികാരി പറഞ്ഞുപോയി, 2 കാലിനും ചെരുപ്പില്ലാതെ
ഞാൻ മക്കയിലേക്ക് നടന്നു ചെല്ലണമെന്നാണ് ഈ എഴുത്തിലുള്ളതെങ്കിൽ അതെനിക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ എനിക്ക് വലിയ പ്രശ്നം മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ഒരു കാര്യം ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. മാലിക് ഇമാമിനെ ഒന്ന് കണ്ടുകിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണല്ലോ. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയല്ലേ, മാലിക് ഇമാമിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാ പോരെ? അപ്പോഴാണ് ഭരണാധികാരിയുടെ മറുപടി, വിളിച്ചാ വരല് പോകട്ടെ, നമ്മൾ ചിലപ്പോ ചെന്നാൽ വാതിൽ തുറന്നു കിട്ടൂല, നമ്മൾ ചെന്നാൽ തന്നെ ചിലപ്പോ വാതിൽ തുറന്നു കിട്ടൂല, കിട്ടിയാൽ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല, ഏതായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് പോയി. കാരണം ദുന്യാവിലെ ഭരണത്തിനോ ദുന്യാവിലെ പണത്തിനോ സ്ഥാനം കൊടുത്തുകൊണ്ടല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇൽമിന് വേണ്ടി തന്നെ മാറ്റിവെച്ചതാണ്, ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഞാൻ വലിയ ഭരണാധികാരിയാണെന്ന ഹുങ്കോടുകൂടി, അല്ലെ ഞാൻ വലിയ പണക്കാരനാണെന്ന ഹുങ്കോടുകൂടി അങ്ങ് ചെന്നാലൊന്നും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിനെ വില വെക്കണമെന്നില്ല. അതേ സമയത്ത് പണമുള്ളവനാണെങ്കിൽ, നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവനാണെങ്കിൽ, അതുപോലെ ഭരണമുള്ളവൻ നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നവനാണെങ്കിൽ പടച്ചവന്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഹലാലായ കച്ചവടം ചെയ്യുന്നവൻ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ഹക്കുകളൊക്കെ വീട്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നവനാണെങ്കിൽ അവൻ ഔലിയാക്കളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണക്കാരൊക്കെ മോശമാണെന്ന് കരുതരുത്, പണക്കാരെയൊക്കെ അവഗണിക്കണമെന്ന് കരുതരുത്, പാവപ്പെട്ടവരെ അവഗണിക്കണമെന്ന് പണക്കാരും കരുതരുത്. അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ് വലുതെന്ന് നമുക്കറിയില്ല. പക്ഷേ പണത്തിന് പ്രസക്തി നൽകി, അതേ പാവപ്പെട്ടവർക്ക് പ്രസക്തി നൽകാതെ, അല്ലെങ്കിൽ അധികാരത്തിന് പ്രസക്തി നൽകി അധികാരമില്ലാത്തവരെ അവഗണിക്കുന്നൊരു സ്വഭാവം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോ ലോകത്തുള്ള ഒരു ഇമാമിങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. അവർ ഈമാനിന്റെ പേരിലുള്ള സ്നേഹം, തഖ്വയുടെ പേരിലുള്ള സ്നേഹം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരിലുള്ള സ്നേഹം, ദീനിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ പേരിലുള്ള സ്നേഹം, ആ സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ചരിത്രം ഇങ്ങനെ പറയുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഭരണാധികാരി അവിടെ ചെന്നു. ഷാഫി ഇമാം പറഞ്ഞു, വറക്കിബ്നാ ജമീഅൻ, ഞങ്ങൾ ഒന്നായിട്ട് വാഹനത്തിൽ കയറി. അങ്ങനെ അസറിന്റെ സമയമാണ് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എനിക്ക് തന്നത്, അതനുസരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നായിട്ട് പോയി. അവിടെ ചെന്നിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിന് മുട്ടി. ഫഖറജത് ഇലൈനാ ജാരിയത്തുൻ സൗദാ, ഒരു അടിമ സ്ത്രീ പുറത്തേക്ക് വന്നു. ആ അടിമ സ്ത്രീ പുറത്തു വന്നപ്പോ മക്കയിലെ ഗവർണർ പറഞ്ഞു, മദീനയിലെ ഗവർണർ പറഞ്ഞു, ഖൂലി മൗലാക്കി ഇന്നി ബിൽ ബാബ്, ഞാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഉടമസ്ഥനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറയണം. ആ സ്ത്രീ അങ്ങോട്ട് കടന്നുപോയി, അടിമ സ്ത്രീ കടന്നു ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്ത്രീ ഇറങ്ങി വന്നു. അവൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന മൗലാ യഖറഉ അലൈക്കസ്സലാം, എന്റെ മൗല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറായ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂൽ, എന്നിട്ട് ഉസ്താദ് പറഞ്ഞത്, ഇൻകാനത്ത് മസ്അല ഫർഫഅഹാ ഫീ റുഖയത്തിൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു മസ്അല ചോദിക്കാൻ വന്നതാണെങ്കിൽ അതൊരു കടലാസിൽ എഴുതി ഇങ്ങോട്ട് തരാം.